intro. വെൽക്കം ടു ഗാലിംഗ് ഗാലക്സ്. അപ്പോൾ ഞാൻ എന്ന് പറയാവുന്നത് OnePlus 6ന്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഇത് എനിക്കറിയാവുന്നതും പിന്നെ വേറെ യൂട്യൂബേഴ്സ് കേട്ടതും അവരിൽ നിന്ന് കേട്ടതും കൂടി ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ആണ്. എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ അത് ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയോട് വാച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് തന്നെ ആദ്യം പറയാം. ഇതിൻ്റെ റേറ്റ് 40,000 രൂപയാണ്. 3,499 ഇത് റേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതുതന്നെ മൊബൈൽ ഫീച്ചേഴ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. 15.95 cm സെന്റിമീറ്റർ ആണ് അതിൻ്റെ ഒരു അളവ്. പിന്നെ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ ആണ് 1080 ഇൻറ്റു 280 പിക്സലാണ് ഇതിൻ്റെ ഒരു റെസൊല്യൂഷൻ. പിന്നെ റൺ അത് ഏത് OS-ലാന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് V 8.1, അതായത് ഓരോ വേർഷനാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓരോ വേർഷനാണ്. പിന്നെ ഡിവൈസ് പവർ ചെയ്തിരുന്നത് ഒക്ടാ കോർ പ്രോസസ്സറാണ്. അത് 2.8 GHz കോറിയോ 385 പ്രോസസ്സറാണ്. പിന്നെ പേർഡ് വിത്ത് 6GB, അതായത് നമുക്ക് 6GB ആണ് ഇതിൻ്റെ റാം. 6GB ആണ് റാം. പിന്നെ 3300 mAh ബാറ്ററി, അതായത് ഒരു 2 ദിവസം ബാക്കപ്പ് കിട്ടും. 2 ദിവസം നിങ്ങൾ ഹെവി യൂസ് ആണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ബാക്കപ്പ് കിട്ടാൻ ചാൻസ് ഇല്ല. ഹെവി യൂസ് ആണെങ്കിൽ, അല്ലാതെ കോളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ വെക്കില്ലേ ഒരു 2 ദിവസം കറക്റ്റ് നിന്നോളൂ. 3300 mAh. പിന്നെ റിയൽ ക്യാമറ 16 മെഗാപിക്സലാണ് റിയൽ ക്യാമറ. പിന്നെ ക്യാമറ എക്സ്പ്ലോർ സെൻസറാണ്. എക്സ്പ്ലോറിൻ്റെ സെൻസറാണ് വെച്ചിരുന്നത്. റെസൊല്യൂഷൻ ആണ്, ക്യാമറ റെസൊല്യൂഷൻ ആണ് 4616 XP ഇൻറ്റു പിന്നെ 3464 പിക്സൽ. അതിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ കാര്യം പറഞ്ഞത്. ഫ്രണ്ട് ക്യാമറയുടെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഇതിൻ്റെ GPU, അതായത് ഫോണിൻ്റെ GPU ഒന്ന് ചെക്ക് ചെയ്യാം. GPU 64GB GPU ആണ് ഇതിൻ്റെ അത് കൊടുത്തിരുന്നത്. പിന്നെ ഇനി നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷനിലെ കാര്യങ്ങളൊക്കെ കിടക്കാം. സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പെർഫോമൻസ് ഒക്ടാ കോർ പ്രോസസ്സറാണ്. അതായത് അട്ടാറ് പെർഫോമൻസ് എന്ന് വെച്ചാൽ കട്ട പെർഫോമൻസ്. എൻ്റെ ഒരു റെഡ്മിയുടെ ഫോണാണിത്. അപ്പോൾ ഇതിൻ്റെ ഒക്ടാ കോർ പ്രോസസ്സറാണ്. ഒരു അട്ടാറ് പെർഫോമൻസ് എന്ന് നമുക്ക് ഫോൺ തരും. പിന്നെ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞു 6.28, പിന്നെ 50.95 സെൻറ്റിമീറ്റർ. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. സ്റ്റോറേജ് 64GB ആണ്. ക്യാമറ 60 മെഗാപിക്സൽ. ബാറ്ററി 3300 mAh. റാം 6GB ആണ്. വേറെ സ്പെഷ്യലായിട്ട് ഫീച്ചേഴ്സാണ്. അതിൻ്റെ സ്പെഷ്യൽ ഫീച്ചറാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ പൊസിഷൻ റിയർ. ഞാൻ പറഞ്ഞു ഫിംഗർ പ്രിൻറ്റ് സെൻസർ പൊസിഷൻ റെയർ ആണ്. കാരണം നമ്മൾ 0.0 സാധാരണ ഒരു ഫോൺ എടുക്കുന്നത് 0.1 സെക്കൻഡ് ആണ്. ഇതെടുക്കുന്നത് 0.0. വെക്കലും ഓണാവലും പെട്ടെന്ന് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. അതർ സെൻസേഴ്സ് ആണ് ഞാൻ പറയുന്നത്. ലൈറ്റ് സെൻസർ ഉണ്ട്, പ്രോക്സിമിറ്റി സെൻസർ ഉണ്ട്, ആക്സിലറോമീറ്റർ സെൻസർ ഉണ്ട്, കോമ്പസ് സെൻസർ ഉണ്ട്, ജെറോസ്കോപ്പ് സെൻസർ ഉണ്ട്. പിന്നെ ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. ക്വിക്ക് ചാർജിങ് ഉണ്ട്. ക്വിക്ക് ചാർജിങ് അവൈലബിൾ ആണ്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് V 8.1 ആണ്, അതായത് ഓരോ വേർഷനാണ്. പിന്നെ സിം സ്ലോട്ട് ഡ്യുവൽ സിം GSM പ്ലസ് GSM ആണ്. ഡ്യുവൽ സിം സപ്പോർട്ടാണ്. ഒരു സമയത്ത് ഡ്യുവൽ സിം മാത്രമേ ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡ്. പിന്നെ മോഡൽ 6 ആണ്, അതായത് നമ്മുടെ OnePlusന്റെ 6 വേർഷൻ. ലോഞ്ച് ചെയ്ത ഡേറ്റ് ആണ് May 21 ലോഞ്ച് ചെയ്തത്. പക്ഷെ എനിക്കിപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. May 21 ലോഞ്ച് ചെയ്തത് ഒഫീഷ്യലി. പിന്നെ കസ്റ്റം UI അവർ സ്വന്തം തന്നെ ഓക്സിജൻ OS ആണ്. അവർ സ്വന്തം UI ആണ് അവർ യൂസ് ചെയ്യുന്നത്. ബ്രാൻഡ് OnePlus, അത് അറിയാം. സിം സൈസ് നാനോ ഫസ്റ്റ് സിമ്മും നാനോ, സെക്കൻഡ് സിമ്മും നാനോ. നെറ്റ്വർക്ക് 4G അവൈലബിൾ. സപ്പോർട്ടിങ് ബ്രാൻഡ്സ് ഇന്ത്യൻ ബ്രാൻഡ്
ഇന്ത്യയിലെ ഏത് സിമ്മും സപ്പോർട്ട് ആവും. 3G അവൈലബിൾ, 2G അവൈലബിൾ, രണ്ടും അവൈലബിൾ ആണ്. പിന്നെ മൾട്ടിമീഡിയ ഓപ്ഷൻസ് ആണ്. ലൗഡ് സ്പീക്കർ, അതായത് നല്ല സൗണ്ട് ആയിരിക്കും, നല്ല ഭയങ്കര സൗണ്ട് ആയിരിക്കും, നമ്മുടെ അഡാർ പെർഫോമൻസ് സൗണ്ട് വരും. FM റേഡിയോ ഇല്ല. FM റേഡിയോ ഇല്ല എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമായിട്ട് കാണണ്ട. കാരണം ഇപ്പോൾ FM റേഡിയോ പുറത്തുനിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അത് നേരിട്ടാണെങ്കിൽ നമുക്ക് OnePlus 6 കുഴപ്പമില്ല. FM റേഡിയോ ഇല്ല. പിന്നെ ഓഡിയോ ജാക്ക് 3.5 mm ആണ്. ഇനി പെർഫോമൻസിന്റെ കാര്യം പറയാം. ചിപ്സെറ്റ് ആണ്, ചിപ്പാണ് നമ്മൾ Qualcomm Snapdragon 845. എൻ്റെ ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു Qualcomm പ്രോസസ്സറാണ്. Qualcomm പ്രോസസ്സർ Snapdragon 845 ആണ്. ഒടുക്കത്തെ സ്പീഡായിരിക്കും. എൻ്റെ റെഡ്മിയിൽ അതേ പ്രോസസ്സർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര പെർഫോമൻസ് ആണ്. ഗ്രാഫിക്സ് Adreno 630, ഷോമിയുടെ തന്നെ Adreno 630 ആണ്. അതായത് ഷോമി Adreno 630 ആണ് യൂസ് ചെയ്യുന്നത്. Adreno. പിന്നെ പ്രൊസസ്സർ Qualcomm octa-core പ്രോസസ്സർ 2.8 GHz Qualcomm 385. ഇതാണ് നമ്മുടെ പ്രൊസസ്സർ. ബൈറ്റ് ആണ്, BIT ബൈറ്റ് 64 ബൈറ്റ് ആണ്. ബൈറ്റ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. 6GB. പിന്നെ ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തിക്നെസ് ആണ് നമ്മൾ തിക്കാണ്. 7.7 mm ആണ്. വിത്ത് 75.3 mm. വെയിറ്റ് 177 ഗ്രാംസ് ആണ് വെയിറ്റ്. നല്ല ഒരു കുറച്ച് കൂടുതലാണ്. വാട്ടർ പ്രൂഫ്, യെസ്, ഫ്ലാഷ് പ്രൂഫ് ആണ്. വാട്ടർ പ്രൂഫാണ്. ഹൈറ്റ് 55.7 mm. കളർ മൈൻ ബ്ലാക്ക് ഉണ്ട്, മിഡ് നൈറ്റ് ബ്ലാക്ക് ഉണ്ട്, മിറർ ബ്ലാക്ക് ഉണ്ട്, സിൽക്ക് വൈറ്റ് ഉണ്ട്. ഈ 3 കളേഴ്സാണ് ഉള്ളത്. 3 കളേഴ്സാണ് ഒന്നുകൂടി പറയാം. മിഡ് നൈറ്റ് ബ്ലാക്ക്, മിറർ ബ്ലാക്ക്, സിൽക്ക് വൈറ്റ്, ഇതാണ് ഉള്ളത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡിസ്പ്ലേയുടെ ആയിരിക്കും ഒപ്റ്റിക്കൽ AMOLED ഡിസ്പ്ലേ. AMOLED ഡിസ്പ്ലേ ആണ്. സാംസങ്ങിന്റെ കമ്പനിയുടെ AMOLED ഡിസ്പ്ലേ. സാംസങ് S8, S9 ഇത് രണ്ടും യൂസ് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ 83.55% ആണ്. പിക്സൽ ഡിസ്റ്റൻസ് അതായത് 402 PPI വേറൊരു ഫോണിന് അതുകൊണ്ടാണ്. സ്ക്രീനിന്റെ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. കോളിംഗ് ഗ്ലാസ്. ഫോൺ എത്ര വലിച്ചെറിഞ്ഞാലും ഫോണിന്റെ ഗ്ലാസ് കൊടുത്തില്ല. കോളിംഗ് ഗ്ലാസ് V5 ആണ് കൊടുത്തിരുന്നത്. ഫോൺ നമുക്ക് കണ്ടറിയാറിഞ്ഞാലും ഇപ്പോൾ 2 കൊടുത്തിട്ടാലും ഫോണിന്റെ ചില്ല് പൊട്ടാൻ പോകില്ല. അടാറ് ഗ്ലാസ് ആണ്. അപ്പോൾ സ്ക്രീൻ സൈസ് 6.28 ഇഞ്ച്, 15.95 സെന്റിമീറ്റർ. അതിൻ്റെ ഒരു സ്ക്രീനിന്റെ സൈസാണ് നമ്മൾ. സ്ക്രീൻ റെസൊല്യൂഷൻ ഞാൻ പറഞ്ഞു. ടച്ച് സ്ക്രീനിന്റെ മോഡലാണ്. യെസ്, ക്യാപ്റ്റിക്കിന് ടച്ച് സ്ക്രീനാണ്. നല്ല സ്മൂത്ത് ആയിരിക്കും. മൾട്ടി ടച്ച് ആണ്. മൾട്ടി ടച്ച് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. പിന്നെ സ്റ്റോറേജിന്റെ കാര്യം പറയാൻ ഇന്റേണൽ മെമ്മറി 64GB, എക്സ്റ്റേണൽ മെമ്മറി ഇല്ല. ക്യാമറ ആണ് നമ്മുടെ സെറ്റിംഗ്സ്. F1 കമ്പേഷൻ ISO കൺട്രോൾ ആണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറ ഫീച്ചേഴ്സ് ഫിക്സ്ഡ് ഫോക്കസ് ആണ്. അതായത് ഫിക്സ് ചെയ്തേക്കണം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫോണിന്റെ ഇങ്ങനെ ഫിക്സ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോക്കസ് ആണ്. ഇമേജ് റെസൊല്യൂഷൻ 4616 × 3464 പിക്സൽ ആണ്. സെൻസർ XMO RS സെൻസറാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഓട്ടോ ഫോക്കസ് ഇല്ല. ഓട്ടോ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ക്യാമറയിൽ ഓട്ടോ ഫോക്കസ് ഇല്ല. ഇതൊരു വലിയൊരു പ്രോബ്ലമാണ് ക്യാമറയ്ക്ക്. ഇപ്പോൾ ഓട്ടോ ഫോക്കസ് ഇല്ലാത്തത് ഇപ്പം എല്ലാ ഫോണിലും ഓട്ടോ ഫോക്കസ് ഉണ്ട്. ഒരു ഫോണിൽ ഓട്ടോ ഫോക്കസ് ഇല്ല. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഈ ഫോണിൽ ഓട്ടോ ഫോക്കസ് ഉണ്ട്. റെഡ്മിയുടെ ഫോണിൽ ഇപ്പം എല്ലാ ഫോണിലും ഓട്ടോ ഫോക്കസ് ഉണ്ട്. പക്ഷെ ഇതിലില്ലാത്തൊരു ആയിപ്പോയി. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വെക്കുമ്പോൾ അതിന് ഇഷ്ടമുള്ളൊരു സ്ഥലത്തോട്ടായിരിക്കും അത് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതൊരു ചെറിയൊരു പ്രോബ്ലമാണ്. നമ്മൾ നോക്കി കൺട്രോളൊക്കെ ചെയ്ത് വരികയാണെങ്കിൽ നമ്മളൊരു നമ്മളത് റെഡിയാക്കി വരണമെങ്കിൽ അത് റെഡിയാവും. പിന്നെ റെസൊല്യൂഷൻ ഷൂട്ടിംഗ് മോഡ്സ്, ഷൂട്ട് ചെയ്യേണ്ട മോഡ്സ് ആണ്. കണ്ടിന്യൂസ് ഷൂട്ടിംഗ് ഉണ്ട്. ക്യാമറ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം.
കണ്ടിന്യൂസ് ഷൂട്ടിംഗ് ആൻഡ് ഹൈ ഡൈനാമിക് റേഞ്ച് മോഡൽ HDR ആണ് ഇതിൻ്റെ അത് ഫിക്സ് ചെയ്യുന്നത്. റെസൊല്യൂഷൻ ആണ് 6 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ ആണ്. ഫിസിക്കൽ അപ്പറേച്ചർ f2.0 അതാണ് എൻ്റെ ഒരു ഫിസിക്കൽ അപ്പറേച്ചർ എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓക്കെ ഉണ്ട് സംഭവം. സ്റ്റെബിലൈസേഷൻ ഇമേജിൻ്റെ സ്റ്റെബിലൈസേഷൻ വരാനായിട്ടുള്ളൊരു ഇതുണ്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലാഷ് യെസ് ഇപ്പം എല്ലാ ഫോണും ഫ്ലാഷ് ഉണ്ട്, ഫ്ലാഷിൻ്റെ അത് ഫോണുണ്ടാവും. വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. റെസൊല്യൂഷൻ അത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. യൂട്യൂബ് ആണെങ്കിൽ മസ്റ്റായി. അപ്പോൾ 1920 × 1080 ഇതാണ് എൻ്റെ വീഡിയോ റെസൊല്യൂഷൻ. 13 FPS ഉണ്ട്. പിന്നെ ഉള്ളത് 1280x പിന്നെ 720 പിക്സലാണ് കൊടുത്തിരുന്നത്. 30 FPS ആണ്, 30 FPS ആണ്. പിന്നെ ബാറ്ററി, അപ്പോൾ ഞാൻ ബാറ്ററിയുടെ കാര്യം പറയാൻ പോകുന്നത്. യൂസർ റീപ്ലേസ്മെന്റ്, അതായത് ബാക്കിൽ റിമൂവ് ചെയ്യാൻ പറ്റില്ല, ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റില്ല. ചാർജിങ് അവൈലബിൾ ആണ്. ടൈപ്പ് ഞാൻ പറയാൻ പോകുന്നത് ലീ പോളിമർ ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈപ്പ് നമ്മുടെ ചാർജിങ് ടൈപ്പാണ്. കപ്പാസിറ്റി 3300 mAh. ഇനി നെറ്റ്വർക്കിന്റെ കാര്യം പറയാം. വൈഫൈ യെസ് വൈഫൈയുടെ ഇതാണ് 802.11a #AC B#G#N#N, അതായത് 16%. ഓക്കെ, വൈഫൈ ഫീച്ചർ ആണ്. വൈഫൈ ഡയറക്റ്റ് പിന്നെ മൊബൈൽ ഹോട്ട്സ്പോട്ട് രണ്ടും മിക്സ് ആയിരിക്കുകയാണ്. ബ്ലൂടൂത്തിൻ്റെ വെർഷനാണ് 5.0. വോൾട്ട് അവൈലബിൾ ആണ്, വോൾട്ട് സപ്പോർട്ട് ഉണ്ട്. പിന്നെ USB യുടെ ടൈപ്പാണ്. യെസ് ആണ് മൈക്രോ USB സപ്പോർട്ട്, അതായത് മൈക്രോ USB സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ USB കണക്ടിവിറ്റി ആണ്. മാസ് സ്റ്റോറേജ് ഡിവൈസ് USB ചാർജിങ് അവൈലബിൾ ആണ്. NFC അവൈലബിൾ ആണ്. നെറ്റ്വർക്ക് സപ്പോർട്ട് 4G സപ്പോർട്ട് ഇന്ത്യയിലെ ഏത് സിമ്മും അവൈലബിൾ ആണ്, അതായത് വർക്ക് ചെയ്യും. 3G 2G. പിന്നെ GPS വിത്ത് GPS ഗ്ലോനെസ് ആണ് യൂസ് ചെയ്തത്. പിന്നെ സിം സൈസാണ് ഫസ്റ്റ് സിം നാനോ, സെക്കൻഡ് സിം നാനോ, ഇത് രണ്ടുമാണ്. ഇനി ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. അതായത് ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയാം. എൻ്റെ ഫോണിനെ കുറിച്ച് ആവറേജ് എന്ന് പറയാൻ പറ്റില്ല. ആ 2 പ്രോബ്ലംസ് ഉണ്ട്. അത് റേഡിയോയുടെ ഒരു ഇത് അവൈലബിൾ അല്ല, അതായത് റേഡിയോ നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ ഓട്ടോ ഫോക്കസ് അതും ഇല്ല. ഈ 2 പ്രോബ്ലം, പിന്നെ USB ഒരു പ്രോബ്ലം ഉണ്ട്. ഈ 3 പ്രോബ്ലം ഒഴിവാക്കിയിട്ട് നിങ്ങൾ നോക്കാമെങ്കിൽ ഫോൺ കിടിയോ. അഡാറ് ഫോൺ എന്ന് വെച്ചാൽ അഡാറ് ഫോൺ. അതാ 40,000 രൂപക്ക് ഒരു അഡാറ് ഫോൺ ആണെങ്കിൽ നിങ്ങൾ ഇത് തന്നെ വാങ്ങാം. അഡാറ് ഫോണാണ്, സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാലിൻ ഗാഡ്ജറ്റ്സ്. അപ്പോൾ ഞാൻ ഇത് പറയാൻ